പ്രൈസ് ദി ലോർഡ്. വാഗ്ദത്തങ്ങളുടെ നിവൃത്തിയെ വചനത്തിലൂടെ നമുക്ക് അനുഭവിക്കാൻ ദൈവം ഇടയാക്കും. എസെക്കിയേൽ പ്രവാചക പുസ്തകത്തിൽ 12-ാം അധ്യായത്തിന്റെ 28 മുതലുള്ള വചനഭാഗം, അതുകൊണ്ട് നീ അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ വചനങ്ങളിൽ ഒന്നും ഇനി താമസിക്കുകയില്ല, ഞാൻ പ്രസ്താവിക്കുന്ന വചനം നിവൃത്തിയാക്കും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളിപ്പാട്. കർത്താവിന്റെ വചനം യെശയ്യാ 55:11 പറഞ്ഞതുപോലെ അവന്റെ വചനം വെറുതെ കടന്നു വരികയില്ല, പ്രവർത്തിച്ചിട്ടോ വരികയുള്ളൂ. എന്നാൽ എസെക്കിയേൽ പുസ്തകത്തിൽ പറയുന്നു, അതുകൊണ്ട് നീ അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ വചനങ്ങളിൽ ഒന്നും ഇനി താമസിക്കുകയില്ല. അതിന്റെ അർത്ഥം, ഈ വചനം നിന്റെ ജീവിതത്തിൽ ഇപ്പോൾ കടന്നു വന്നാൽ ഈ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മേൽ ദൈവം ഇപ്പോ ക്രിയ ചെയ്യും. നമ്മുടെ ചില ആവശ്യങ്ങളെല്ലാം ബന്ധിക്കപ്പെട്ട് കിടക്കുന്നതായി നമുക്ക് തോന്നാറില്ലേ? ചില പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ നമ്മൾ പ്രാർത്ഥിച്ചു മടുക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാറില്ലേ? തിരുവെഴുത്ത് പ്രകാരം ഒന്ന് ചിന്തിച്ചേ, എന്റെ വചനങ്ങളിൽ ഒന്നും ഇനി താമസിക്കുകയില്ല, ഞാൻ പ്രസ്താവിക്കുന്ന വചനം നിവൃത്തിയാക്കും എന്ന് യഹോവയായ കർത്താവ് നമ്മളോട് അരുളി ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. അവന്റെ അരുളിപ്പാടാണ്. അവന്റെ അരുളിപ്പാടിന്റെ ശബ്ദം ആരൊക്കെയാണോ കേൾക്കാൻ തയ്യാറാകുന്നത്, അവിടെ എത്ര മഹത്തമായ ദൈവപ്രവൃത്തിയാണ് അനുഭവിക്കാൻ കഴിയുന്നത്. ഇതാ, പ്രായം വളരെയായിട്ടും തലമുറയില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്ന അബ്രഹാമിനോട് ദൈവം തന്റെ ഒരു വാഗ്ദത്തത്തെ നിവർത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒത്തിരി സമ്പത്ത്, ആടുമാടുകളെല്ലാം കിട്ടി, ഒന്നിനും ഒരു കുറവില്ല. ദൈവദൂതന്റെ സംരക്ഷണവും അതിഥിയായി വീട്ടിൽ വരുവാനല്ല ഇടവന്നിട്ടും അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒരു പോരായ്മയുണ്ടായി, അല്ലെങ്കിൽ ഒരു കുറവ് വന്നു. 25 വർഷക്കാലത്തോളം അവൻ കാത്തിരിക്കേണ്ടി വന്നു. ദൈവം പറഞ്ഞ കാര്യം നിവർത്തിക്കാതെ ഒരിക്കലും പോകില്ല. പ്രിയമുള്ളവർ, ദൈവം അബ്രാഹാമിനോട് പറഞ്ഞു, ഞാൻ നിനക്കൊരു കുഞ്ഞിനെ തരും. വെറുതെയല്ല പറഞ്ഞത്, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ മണൽത്തരി പോലെയും മക്കളെ ഞാൻ തരും. 1 വർഷമല്ല, 2 വർഷമല്ല, 5 വർഷമല്ല, 10 വർഷമല്ല, 15 20 25 വർഷക്കാലം കാത്തിരുന്നപ്പോഴാണ് ദൈവം കൊടുത്തത്. ദൈവം കൊടുത്ത ശേഷം ദൈവം വീണ്ടും അവനോട് ആവശ്യപ്പെടുകയാണ്, ഞാൻ തന്ന മകനെ നീ എനിക്ക് വേണ്ടി ഒന്ന് തരാമോ, യാഗം കഴിക്കാമോ? ലോകത്തിൽ ആരെങ്കിലും ചെയ്യുവോ പ്രിയമുള്ളവരെ? 25 വർഷക്കാലം കാത്തിരുന്ന് കിട്ടിയ കുഞ്ഞിനെ കർത്താവിന്റെ ശബ്ദം കേട്ട് അവൻ പറയുന്നത് മാത്രം കേട്ട് അനുസരിക്കുന്ന ഒരു അബ്രഹാമിനെ കണ്ടപ്പോൾ, യാഗപീഠം ഉണ്ടാക്കിയ അതിന്മേൽ തന്റെ മകനെ കിടത്തിയ അബ്രഹാം ദൈവശബ്ദത്തെയാണ് കേട്ടത്, അനുഭവിച്ചത്. ദൈവം പറയുന്നത് മാത്രം ചെയ്യുന്ന ഒരു അബ്രഹാം ഉണ്ടെങ്കിൽ, വചനം നമ്മൾ ഓർക്കണം, എന്റെ വചനങ്ങളിൽ ഒന്നും ഇനി താമസിക്കുകയില്ല, വേഗം നടത്തും. താമസിക്കുകയില്ല. ചില കാര്യങ്ങൾ താമസിക്കുന്നത് അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവായിട്ട് ദൈവം ഉയർത്തേണ്ടതിനായിരുന്നു. ചില കാര്യത്തിന് നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കേണ്ടതിനാ. പ്രിയമുള്ളവരെ, നമ്മൾക്ക് ദൈവം തരാത്ത ഒരു കാര്യവും ഇല്ല. കാലതാമസങ്ങൾ വന്നു എന്ന് വിചാരിച്ച് നമ്മളാരും വിഷമിച്ച് പിന്നോട്ട് പോകണ്ട. പാസ്റ്റർ ഒരു പ്രവചനം പറഞ്ഞിട്ട് അത് നടന്നില്ലല്ലോ, അത് 6 മാസം എന്ന് പറഞ്ഞിട്ട് 8 മാസമായില്ലേ, അത് 1 വർഷമായില്ലേ,
1 വർഷമാകാം, 2 വർഷമാകാം, 3 വർഷമാകാം. ദൈവമാണ് പറഞ്ഞതെങ്കിൽ അതിന് മാറ്റം വരില്ല. മാറ്റം വരാത്ത വണ്ണമാണ് ദൈവം സംസാരിക്കുന്നത്. മാറ്റം വരാത്ത വണ്ണമാണ് ദൈവം പ്രവർത്തിക്കുന്നത്. മാറാത്തൊരു ദൈവം, അത്ഭുതം ചെയ്യുന്ന ഒരു കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുവാൻ ദൈവം ഇടയാക്കുന്നെങ്കിൽ ഇപ്പോൾ അവന്റെ മഹത്വത്തെ അനുഭവിക്കാൻ, തേജസ്സേറിയ അവന്റെ അത്ഭുത പ്രവൃത്തിയെ കണ്ട് ഒന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, നിന്റെ അത്ഭുത പ്രവൃത്തി എന്റെ ജീവിതത്തിൽ ഇറങ്ങി വരേണ്ടതിന്, എന്റെ ജീവിതത്തിൽ ഈ വചനം എപ്പോഴും ക്രിയ ചെയ്യപ്പെടേണ്ടതിന്, മാറ്റമില്ലാത്തവന്റെ അഭിഷേകത്തിൽ നിറഞ്ഞു പ്രാർത്ഥിക്കാൻ എന്റെ കർത്താവ് ഇന്നിടയാക്കണം. കർത്താവ് മഹത്വം എടുക്കണം. ഈ അഭിഷേകം എന്ന പ്രോഗ്രാം എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി മാറട്ടെ. കർത്താവ് മഹത്വം എടുക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.